കണ്ണൂരിലെ പ്രചാരണത്തിലും CPM BJP ഡീൽ ആരോപണം ആവർത്തിച്ച് രാഹുൽ ഗാന്ധി. കേരളത്തിൽ വന്ന പ്രധാനമന്ത്രി ശബരിമല വിഷയം പറയുന്നതേയില്ല. പ്രധാനമന്ത്രി LDF ജയം ആഗ്രഹിക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി ഇന്ന് കണ്ണൂരിലും ആരോപിച്ചു. ആ വാക്കുകളിലേക്ക്. Wherever the Prime Minister goes, he talks about temples, he talks about religion, he talks about God. He does not raise the issue of Sabarimala temple. CPM leaders stole gold from Sabarimala temple, replaced it with brass. No action has been taken against them. And the so-called defender of Hinduism comes to Kerala and says nothing about Sabarimala. Left front to win the election in Kerala. എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇങ്ങനെ ഡീൽ ആരോപണം ഓരോ വേദികളിലും ആവർത്തിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ശ്രീകുമാർ മനയിൽ, മാധ്യമപ്രവർത്തകൻ, ഒപ്പം ഇടത് സഹയാത്രികൻ ശ്രീ M ജയചന്ദ്രൻ, BJP സഹയാത്രികൻ ശ്രീ ഷാബു പ്രസാദ് എന്നിവരാണ് തത്സമയം ചേരുന്നത്. ശ്രീകുമാർ മനയിൽ, രാഹുൽ ഗാന്ധി കണ്ണൂരിലേക്കും എത്തുമ്പോഴും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസ്ഥാനത്തെ ഭരണകൂടം BJP നിയന്ത്രണത്തിലാണ്, സംസ്ഥാനത്തെ ഭരിക്കുന്ന മുഖ്യമന്ത്രി BJPയുടെ കൈകളിലേക്കാണ്, ഇത് വലിയൊരു ഡീലിന്റെ ഭാഗമാണ് എന്നടക്കം എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത്? ശ്രീകുമാർ മനയിൽ. പ്രജേഷ്, എനിക്കത് മനസ്സിലായത് കേരളത്തിൽ കോൺഗ്രസ് ഭരണം അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലൊരു UDF ഭരണം വരാൻ ഏതായാലും പ്രധാനമന്ത്രി അല്ലെങ്കിൽ BJP ആഗ്രഹിക്കുന്നുണ്ടാവില്ല, ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ നമ്മളിവിടെ BJPയുടെ ഈ സീറ്റ് ഷെയറിങ് നോക്കിയാൽ, കാരണം ഞാൻ എറണാകുളം ജില്ല തന്നെ പറയാം. എറണാകുളത്ത് BJPക്ക് 30,000 വോട്ടുള്ളൊരു മണ്ഡലമാണ് തൃപ്പൂണിത്തുറ നഗരസഭ ഭരിക്കുന്നത് BJPയാണ്. എന്നാൽ അവിടെ ആ സീറ്റ് കൊടുത്തത് 2020ക്കാണ്. 1987 മുതൽ നഗരസഭയിൽ BJPക്ക് കൗൺസിലർമാരുണ്ട്. എന്നിട്ട് ആ സീറ്റ് കൊടുത്തത് ചലച്ചിത്ര താരമായ ഒരു വ്യക്തി, ഒരു ലേഡിക്കാണ്. അവർ 2020യുടെ സ്ഥാനാർത്ഥിയാണ്. അതിനേക്കാൾ വലിയൊരു അത്ഭുതം എനിക്ക് തോന്നിയത്, ചില മണ്ഡലങ്ങളെ നമ്മൾ വിശകലനം ചെയ്യുമ്പോഴേ എനിക്ക് അത്ഭുതമായിട്ട് തോന്നുന്നത്, ഇപ്പോൾ ചെങ്ങന്നൂർ മണ്ഡലത്തിൽ സന്ദീപ് വാചസ്പതി എന്ന BJP നേതാവ് സ്ഥാനാർത്ഥിയാകുമെന്നാണ് പൊതുവെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്, മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തത്. അവിടെ പ്രത്യേകിച്ച് അറിയപ്പെടാത്ത ഒരാളെ കൊണ്ടേ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ അവിടെയുള്ള ചില BJP നേതാക്കൾ പോലും പറഞ്ഞു, കാരണം സജി ചെറിയാൻ അവിടെ നിന്ന് ജയിച്ചു പോകേണ്ടത് CPMൻ്റെയും BJPയുടെയും ഒരു ആവശ്യമാണെന്നുള്ള രീതിയിലൊരു സംസാരം വരെ ഉണ്ടായി. അങ്ങനെയാണ് ഇത്ര സന്ദീപ് വാചസ്പതി അദ്ദേഹത്തിന് ഒട്ടും സാധ്യതയില്ലാത്ത ഹരിപ്പാട്ടേക്ക് മാറിയെന്നാണ് പറയുന്നത്. ശരിക്കും അദ്ദേഹത്തെ ആദ്യം നിശ്ചയിച്ചത് ചെങ്ങന്നൂരാണെന്നാണ് മാധ്യമങ്ങളിൽ നമുക്കറിയാൻ കഴിഞ്ഞത്. ഞാനിതെല്ലാം മാധ്യമ റിപ്പോർട്ടുകൾ വച്ച് പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല മണ്ഡലങ്ങളിലും അങ്ങനെ ഒരു ഡീലെന്ന് പറഞ്ഞാൽ ആൾക്കാർ അവിശ്വസിക്കില്ല എന്നുള്ളൊരു അവസ്ഥ യഥാർത്ഥത്തിൽ വന്നിട്ടുണ്ട്. കേരളത്തിൽ ഇപ്പോൾ BJP നേരിടുന്ന അല്ലെങ്കിൽ CPM നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ആ മണ്ഡലത്തിൽ BJPയും CPMും തമ്മിൽ ഡീലാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ആകാൻ വഴിയില്ല എന്നാരും പറയുന്നില്ല. അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ അന്തരീക്ഷം സംജാതമാക്കാൻ ഈ ഇലക്ഷനിൽ ഈ CPMനും BJPക്കും ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ കഴിഞ്ഞു. കാരണം BJPക്കും CPMൻ്റെ തുടർ ഭരണം ലഭിച്ചേ പറ്റൂ. BJP ഏതായാലും ആഗ്രഹിക്കില്ല കേരളത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒരു ഭരണം ഉണ്ടാകാൻ. അങ്ങനെ വരുമ്പോൾ ദക്ഷിണേന്ത്യയിൽ ഏറെക്കുറെ എല്ലാ സംസ്ഥാനങ്ങളിലും BJP വിരുദ്ധ സർക്കാരുകളുണ്ടാവും. അപ്പോൾ ന്യായമായിട്ട് ഇവിടെ കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരണേ എന്ന് ഏതായാലും BJP ആഗ്രഹിക്കില്ല എന്ന് നമുക്ക് ഉറപ്പാണ്. CPMനാകട്ടെ മൂന്നാം വട്ടവും ഭരണം നിലനിർത്തിയില്ല എങ്കിൽ ആ പാർട്ടിയുടെ അസ്തിത്വം തന്നെ അവതാളത്തിലാവും. അങ്ങനെ വരുമ്പോൾ ഈ ഡീല് എന്നുള്ള വാക്ക് വേണമെങ്കിൽ ആ അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കേണ്ടതല്ലായിരിക്കാം. പക്ഷേ UDF അധികാരത്തിൽ വരാതിരിക്കട്ടെ എന്ന് BJPയും CPMും ഒരുപോലെ ആഗ്രഹിച്ചാൽ നിങ്ങൾ ഡീൽ എന്നുള്ള വാക്ക് ഉപയോഗിക്കേണ്ട. അങ്ങനെ ആഗ്രഹിച്ചാൽ അതൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യമല്ലേ? അതിനെയാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഡീൽ എന്നുള്ള വാക്കുകൊണ്ട് ടേം കൊണ്ടെന്ന് ഡിഫൈൻ ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു കോൺഗ്രസ് അധികാരത്തിൽ വരാതിരിക്കണമെന്ന് BJPക്ക് ആഗ്രഹമുണ്ടെന്നുള്ളതാണ്. ഈ എറണാകുളം ജില്ലയിലേക്ക് 2020 സീറ്റ് കൊടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി, തൃപ്പൂണിത്തുറ പോലുള്ള മണ്ഡലങ്ങളിൽ, കാരണം BJP ഏറ്റവും കൂടുതൽ വോട്ട് പിടിക്കുന്ന മണ്ഡലങ്ങളിൽ, ആ മണ്ഡലങ്ങളിൽ BJPക്ക് വോട്ട് വേണ്ട, ഞങ്ങളുടെ സ്ഥാനാർത്ഥി വേണ്ടെന്ന് അവർ തീരുമാനിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കേവലം ഒരു മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ആ ഒരു അടിയൊഴുക്കുകളല്ലാതെ മറ്റെന്തെങ്കിലും കാണുമല്ലോ. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ചെങ്ങന്നൂർ, അങ്ങനെ പല മണ്ഡലങ്ങളിലും ഇങ്ങനെ ഒരു BJP സ്ഥാനാർത്ഥികൾക്ക് വലിയ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ
ഇത്തരത്തിൽ ഒരു വച്ചുമാറലോ അല്ലെങ്കിൽ ചില നീക്കുപോക്കുകളോ നടന്നു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു പൊതുവായൊരു രാഷ്ട്രീയ അന്തരീക്ഷം അല്ലെങ്കിൽ പൊതുവായ ഒരു ജനങ്ങളുടെ മനോവിചാരം എന്ന് പറയുന്നത് അങ്ങനെ എന്തോ ഈ രണ്ട് പാർട്ടികൾ തമ്മിൽ ഉണ്ടെന്നുള്ളതാണ്. അതിന് രാഷ്ട്രീയ മാനങ്ങൾ നൽകുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ദൗത്യം. കാരണം ഇവർ തമ്മിൽ ശ്രീ എം ജയചന്ദ്രൻ നോക്കൂ, ഈ ഡീൽ എന്ന് പറയുന്നതാണത് പ്രത്യക്ഷത്തിലുള്ളതല്ല, പ്രത്യക്ഷത്തിലൊരു ഘടകമല്ല. ആരും പറയില്ല ഞങ്ങളത് ആ ഡീലാണ് എന്ന് പറയില്ല. പക്ഷേ എന്താണ്, നമുക്ക് ചില അന്തർധാരകൾ ഉണ്ടോ എന്ന് സംശയത്തക്ക രീതിയിൽ ഒരു സാഹചര്യം സ്റ്റേറ്റിന്റെ ഈ ഇലക്ഷനിലുണ്ട്. ആ രീതിയിൽ നമുക്കതിനെ കാണേണ്ടി വരും. അത് വളരെ ഫലപ്രദമായിട്ട് ഇപ്പോൾ ഒരു നറേറ്റീവ് സൃഷ്ടിക്കുകയാണോ? കാരണം പ്രതിപക്ഷ നേതാവ് ആദ്യം ഇത് ഓൺ ചെയ്യുന്നു, പിന്നീട് ACC സംഘടനാ ജനറൽ സെക്രട്ടറി അത് ഏറ്റെടുക്കുന്നു. ഇപ്പോഴിതാ കേരളത്തിലേക്ക് എല്ലാ വേദികളിലേക്കും എത്തുമ്പോൾ രാഹുൽ ഗാന്ധി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഇന്ത്യ മുന്നണിയടക്കം അതിൻ്റെ അമരത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ കേരളം വിട്ടുകഴിഞ്ഞാൽ LDF-നൊപ്പം അല്ലെങ്കിൽ CPM-നൊപ്പം കൈകോർക്കുന്ന പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. ആ നേതാവ് വന്ന് പറയുകയാണ്, അതായത് കൂട്ടുകച്ചവടമാണ് നടക്കുന്നത് കേരളത്തിൽ എന്ന് പറയുന്നത്. അതിനെ എങ്ങനെയാണ് CPM നേരിടുന്നത്? മുഖ്യമന്ത്രി അടക്കം പ്രതികരണങ്ങൾ ഇപ്പോഴും 91 അല്ലെ 3 പതിറ്റാണ്ട് മുന്നിലെ ആ ഒരു സാഹചര്യം, അന്നത്തെ കോലീബി സഖ്യം ഒക്കെ ഉയർത്തിയാണ് ഇപ്പോഴും പ്രതിരോധിക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥ ഇപ്പോഴുണ്ടോ? എന്താണ് ശ്രീ എം ജയചന്ദ്രൻ ഇന്നത്തെ ഈ പ്രസ്താവനയും കാണുന്നത് രാഹുലിന്റെ? ഹലോ, കേൾക്കാമോ പ്രജീഷ്? കേൾക്കാം. ഹലോ. യെസ്, കേൾക്കാം. ഹലോ, കേൾക്കാമോ? കേൾക്കാം. കേൾക്കാം. ഹലോ. ഹലോ. കേൾക്കുന്നുണ്ട് ജയചന്ദ്രൻ, കേൾക്കാം. ശ്രീ എം ജയചന്ദ്രൻ കേൾക്കാം. 2021 അതായത് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഏപ്രിൽ 6-നാണ്. റിസൾട്ട് വരുന്നത് മെയ് 2-നും. LDF-ന് തുടർ ഭരണം കിട്ടുന്നു 2021. 2022 വേറൊരു സംഭവം നടക്കുന്നുണ്ട്. അത് ജയ്പൂരിൽ വെച്ചാണ്. പിന്നെ ജയ്പൂരിലെ 2022 മെയ് 19, 20, 21 തീയതികളില് BJP-യുടെ ദേശീയ ഭാരവാഹികളുടെ യോഗം നടക്കുന്നുണ്ട് ജയ്പൂരിൽ. 3 ദിവസത്തെ യോഗമാണ്. ആ പിന്നെ യോഗത്തിന്റെ തീരുമാനങ്ങൾ നമുക്ക് കിട്ടും, പബ്ലിക് ഡൊമൈനിൽ കിട്ടും, ഇപ്പോഴും ലഭ്യമാണ്. അതിൽ BJP ദേശീയ നേതൃത്വം വ്യക്തമായി അടയാളപ്പെടുത്തുന്നുണ്ട്. 5 സംസ്ഥാനങ്ങളിലെ ഇലക്ഷൻ റിവ്യൂ നടക്കുന്നുണ്ട് ആ മീറ്റിംഗിൽ. അതിൽ കേരളത്തെ കുറിച്ച് പറയുന്ന ഭാഗത്ത് കേരളത്തിലെ BJP-ക്കുണ്ടായിട്ടുള്ള തിരിച്ചടി തന്നെ പറയുന്നു. എന്നിട്ട് പറയുന്നു, കേരളത്തിൽ BJP-ക്ക് മുന്നേറണമെങ്കിൽ മറികടക്കേണ്ടത് കോൺഗ്രസിനെയല്ല CPIM-നെയാണ്, LDF-നെയാണ് എന്നാണ് വ്യക്തമായിട്ട് അതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോ ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാതിരിക്കുന്ന സമയക്കുറവുകളുണ്ട്. അതങ്ങനെ കഴിയുന്നു. തൊട്ടടുത്ത വർഷം 2023 പിന്നെ ജനുവരി 14 വേറൊരു മീറ്റിംഗ് ഡൽഹിയിൽ നടക്കുന്നു. ആ മീറ്റിംഗ് നടക്കുന്നത് RSS നേതാക്കളും ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കളും തമ്മിലാണ്. ഡൽഹിയുടെ മുൻ ലഫ്റ്റനന്റ് ഗവർണർ ആയിരുന്ന ഇദ്ദേഹം ഉണ്ടല്ലോ, എന്താണ് ഒരു ജംഗുണ്ടല്ലോ, നജീബ് ജംഗിന്റെ വീട്ടിൽ വെച്ചാണ് ആ മീറ്റിംഗ് നടക്കുന്നത്. RSSനെ പ്രതിനിധീകരിച്ച് ആ മീറ്റിംഗിൽ പങ്കെടുക്കുന്നത് ഇന്ദ്രേഷ് കുമാർ, പിന്നെ രാംലാല്, കൃഷ്ണഗോപാൽ എന്നീ 3 പേരാണ് RSSനെ പ്രതിനിധീകരിച്ച് അതിൽ പങ്കെടുക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി ഹിന്ദിനെ പ്രതിനിധീകരിക്കുന്നത് നിയാസ് ഫാറൂഖിയും ഫസലുർ റഹ്മാൻ ഖാസമിയുമാണ്. പിന്നെ കൂടാതെ അതിലുള്ള പ്രമുഖർ എന്ന് പറയാൻ പിന്നെ മുൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്ന SY ഖുറേഷി ഉണ്ട്. പിന്നെ ഈ ഇദ്ദേഹമുണ്ട്, സീനിയർ ജേർണലിസ്റ്റ് ആയിട്ടുള്ള ഷാഹിദ് സിദ്ദിഖി ഉണ്ട്. പിന്നെ ഈ ജംഗുമുണ്ട്. ഇവരെ ഇത്രയും പേരടങ്ങുന്ന RSSും ജമാഅത്തെ ഇസ്ലാമിയും കൂടെയുള്ള മീറ്റിംഗ് നടക്കുന്നു. അതവിടെ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകാതിരിക്കാൻ സമയക്കുറവുകൊണ്ടാണ്. പിന്നീട് നമ്മൾ കാണുന്നത് 2024 ഏപ്രിൽ 26 ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. കേരളത്തിൽ അപ്പോഴാണല്ലോ ഇലക്ഷൻ. ഫലത്തിൽ എന്താണ്? അല്ല, അതാ പറഞ്ഞു വരുന്നത്. പിന്നെ ജൂൺ 4 എണ്ണുന്നു, ഏപ്രിൽ 24 ഇലക്ഷൻ. ആ ഇലക്ഷനിൽ പിന്നെ ഇവിടെ തൃശ്ശൂരിന്ന് സുരേഷ് ഗോപി ജയിച്ചു കയറുന്നു. മറ്റു മണ്ഡലങ്ങളിലെല്ലാം ഒരു മണ്ഡലം ഒഴികെ കോൺഗ്രസ് പിടിച്ചെടുക്കുകയും ചെയ്യുന്നു.
അപ്പോ BJP എന്താണോ 2022 ജയ്പൂർ തീരുമാനമെടുത്തത്, ആ തീരുമാനത്തിന്റെ എക്സ്റ്റൻഷനാണ് പിന്നെ ഓരോ ഘട്ടത്തിലും നടക്കുന്നത്. അത് പിന്നെ ഞാൻ ഈ പറഞ്ഞ 2023 ഡൽഹി മീറ്റിംഗിലും പിന്നീട് 2024 ഇതിന്റെ നമുക്ക് ഈ ബാന്ധവത്തെ ഡയറക്റ്റ് അങ്ങേക്ക് പറയാമല്ലോ. ഡയറക്റ്റ് പറയൂ. ഡയറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അങ്ങ് വരട്ടെ ഞാൻ പറയല്ലേ പ്രജീഷേ. അതിന്റെ ഈ 2024 പാർലമെന്റ് ഇലക്ഷന്റെ ബാക്ക്ഡ്രോപ്പിലും കാണാം ഈ അവരുടെ തീരുമാനങ്ങൾ. അതായത് അവരുടെ തീരുമാനം BJP RSS സംബന്ധിച്ച് അറിയാമല്ലോ. അവര് ഒരു തീരുമാനം എടുത്താൽ സാവധാനം, അവർക്ക് ധൃതിയൊന്നുമില്ല, സാവധാനം നടപ്പാക്കി കിട്ടാൻ അവർ ശക്തമായ നടപടികൾ അടിത്തറയിൽ സ്വീകരിക്കുന്നവരാണ്. അങ്ങനെ തന്നെയാണ് 2024 പാർലമെന്റ് ഇലക്ഷനിൽ സുരേഷ് ഗോപിയുടെ ജയം ഉണ്ടാവുന്നത്. ഇവിടെ അന്ന് മുതൽ ഇന്ന് വരെയും ഇന്നലെ വരെയും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് പിന്നെ മറ്റേ ADGPയുടെ വിവാദവും മറ്റു കാര്യങ്ങളുമാണല്ലോ. കോൺഗ്രസിന്റെ വോട്ട് ഒലിച്ചു പോയതിനെ കുറിച്ച് ആർക്കും മിണ്ടാട്ടമില്ല. കോൺഗ്രസ് തന്നെ മിണ്ടാട്ടമില്ല. അവിടെ DCC പ്രസിഡന്റിനെ മാറ്റിയതിനെ കുറിച്ച് ഞാൻ ചോദിക്കുന്നത് ഓക്കെ, അങ്ങ് പറയുന്നത് ഒരു ദേശീയ തലത്തിൽ പോലും ഇങ്ങനെയൊക്കെയാണ് ബാന്ധവം എന്ന് നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ അങ്ങ് പറയാൻ സ്ഥാപിക്കും. ഞാൻ ചോദിക്കുന്നതല്ല. ഇപ്പോൾ നോക്കൂ, കേരളത്തിലെ നമ്മളിപ്പോൾ ഇരിക്കുന്ന 3 പേരും മാധ്യമപ്രവർത്തകരാണ്. ഈ ഫ്ലോറിലുള്ള ഈ 3 പേരും മാധ്യമപ്രവർത്തകരാണ് ഇരിക്കുന്നവർ. ഞാൻ ഒരു കാര്യം ചോദിക്കും, ഒരു മാധ്യമപ്രവർത്തകന്റെ കണ്ണിലൂടെ അങ്ങേ കാണാൻ കഴിയില്ലേ? കേരളത്തിലേക്ക് പ്രധാനമന്ത്രി വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട, അതായത് ആളിക്കത്തിയ ഒരു സംഭവമാണ് ശബരിമല എന്നുള്ളത്. ആ ശബരിമല വിഷയം പരാമർശിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ മാധ്യമപ്രവർത്തകർ എന്ത് ധരിക്കണം? ശ്രീകുമാർ, അതെ അങ്ങയോടാണ്. കേരളത്തിൽ പ്രധാനമന്ത്രി കഴിഞ്ഞ തവണ ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ അന്നെന്താണ് പറഞ്ഞത്? അന്ന് തെരഞ്ഞെടുപ്പ് പോലും പ്രഖ്യാപിച്ചിട്ടില്ല. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിൽ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വരികയാണ്. ആളിക്കത്തിച്ച BJP സംഘപരിവാർ നേതൃത്വം ആളിക്കത്തിച്ച ഒരു വിഷയം എന്തുകൊണ്ട് പ്രധാനമന്ത്രിയുടെ നാവിൽ നിന്ന് ഉണ്ടാകുന്നില്ല? ഇതൊക്കെയല്ലേ ഞാൻ പറയുന്നത്. നമ്മള് കാര്യങ്ങൾ എപ്പോഴും, പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്ക് കാര്യങ്ങൾ അതിന്റെ ഈ പുറന്തൊലിയിൽ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. പെരിഫറൽ ആയിട്ടുള്ള വ്യൂസ് മാത്രമേ ഉള്ളൂ മാധ്യമങ്ങൾക്ക് അടക്കമുള്ളത്. അല്ല, അങ്ങേക്കൊരു കൗതുകമില്ലേ? അങ്ങേക്കൊരു കൗതുകം തോന്നില്ലേ? അങ്ങൊരു മാധ്യമപ്രവർത്തനായിരുന്നല്ലോ, ആണല്ലോ. അല്ല, ഞാൻ പറയാമെന്നേ. പ്രതീക്ഷ എന്നെ പറയാൻ അനുവദിക്കാത്തതിന്റെ ഒരു വൈമനസ്യമേ എനിക്കുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ അനുവദിക്കാൻ സാധ്യതയില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ ഞാൻ ഇത്തരം അപ്രിയമായ കാര്യങ്ങൾ പറയാൻ ഇരിക്കുന്നത്. അനുവദിക്കാൻ സാധ്യതയില്ല, അതിന്റെ വൈമനസ്യം എനിക്കുണ്ട്, അത്ര ഉള്ളു, വിയോജിപ്പൊന്നുമില്ല. താങ്കൾ തുടർന്ന് ഞാൻ പറയുമ്പോഴും ഇടപെടാനാണ് സാധ്യത എന്ന് അറിയുകയും ചെയ്യാം. പക്ഷെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ BJP 2018 സുപ്രീം കോടതി തുടർന്നുണ്ടായ ശബരിമലയിലെ പ്രശ്നങ്ങളടക്കം BJPക്കോ കോൺഗ്രസിനോ ശബരിമലയിൽ നിന്ന് നേട്ടങ്ങൾ കൊയ്യാനായിട്ടില്ല എന്ന് അന്നും ഇന്നും വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അന്നുണ്ടായ രാഹുൽ ഗാന്ധി എഫക്റ്റ് ആയിരുന്നു ക്ലീൻ സ്വീപ്പ് കിട്ടിയത് കോൺഗ്രസിന്. BJPക്ക് ഒന്നും കിട്ടിയില്ല. കിട്ടിയിരുന്നെങ്കിൽ അവിടെ സുരേന്ദ്രൻ ജയിക്കണമല്ലോ, മിനിമം ഒരാളെങ്കിലും ജയിക്കണമല്ലോ. അപ്പൊ അതൊന്നും നടന്നില്ല. അതിനാണ് ഇപ്പോഴല്ല അങ്ങനെ പറഞ്ഞിട്ടുള്ളതാണ്. അത് മറ്റൊരു കാര്യം. ഇപ്പൊ ഇവിടുത്തെ പ്രശ്നമാണ് ശബരിമലയിൽ എന്ത് കണ്ടിട്ടാണ് രാഹുൽ ഗാന്ധിക്ക് ഞാൻ അങ്ങയിലേക്ക് ഇപ്പം വരാം. അതായത് ശ്രീ ഷാവപ്രസാദ് കൂടി ഉള്ളതുകൊണ്ട് അതിന്റെ ഒരു പോയിന്റ്, ആ ചോദ്യത്തിന് ഉത്തരം എന്താണ് ഷാവപ്രസാദ്? ശബരിമല വിഷയം എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി ഈ തൃശ്ശൂർ അടക്കം ആളിക്കത്തിച്ച റോഡ് ഷോ ഉണ്ട്? നമുക്കറിയാം പാലക്കാട് ജനങ്ങളെ എല്ലാവരെയും കയ്യിലേക്കുന്ന പ്രസംഗം. ആ പ്രസംഗത്തിലൊക്കെ പ്രധാനമന്ത്രിയുടെ നാവിൽ നിന്നും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആവേശം ശബരിമല വിഷയത്തിൽ ഉണ്ടാകാതെ പോയത്? പ്രതീക്ഷ, പ്രധാനമന്ത്രി ഒരു പ്രാവശ്യമേ വന്നു പോയിട്ടുള്ളൂ. പ്രധാനമന്ത്രി ഇനിയും വരുന്നുണ്ട് 4-ാം തീയതിയുടെ. ഇപ്പൊ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന്റെ സമയത്ത്, തദ്ദേശ സ്വയംഭരണ സമയത്ത്, ആ ഇലക്ഷന് തൊട്ട് മുമ്പ് പ്രധാനമന്ത്രി ഒരൊറ്റ പ്രാവശ്യമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് നിലവിലുണ്ടായിരുന്ന എല്ലാ വിഷയങ്ങളും അദ്ദേഹത്തിന് പറയണമായിരുന്നു. ഓരോ സമയത്ത് വരുമ്പോഴും എവിടെ, എപ്പോൾ, എങ്ങനെ പറയണം എന്നുള്ളതിന് കൃത്യമായി അദ്ദേഹത്തിന് പ്ലാനുണ്ട്. BJPക്കും പ്ലാനുണ്ട്. അതായത് ഇവിടുന്ന് ഈ ഇന്നലത്തെ ഒരു പരിപാടി കൊണ്ട് ഇവിടെ ലോകം അവസാനിച്ചിട്ടൊന്നുമില്ല പ്രതീക്ഷയെ. പ്രധാനമന്ത്രി 4-ാം തീയതി വീണ്ടും വരുന്നുണ്ട്. തിരുവല്ലയിൽ, ശബരിമലയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന തിരുവല്ലയിൽ പ്രധാനമന്ത്രി പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആ മണ്ഡലം ഉൾപ്പെട്ട ആ ഭാഗത്തെ മത്സരാർത്ഥികളെല്ലാം കോന്നിയും അങ്ങനെയുള്ളിടത്തെ ശബരിമല സംസാരിക്കേണ്ടത് തോന്നി എന്തുകൊണ്ടായിരിക്കാം? അല്ല, പാലക്കാട് ഓരോ
തൃശ്ശൂര് പോട്ടെ, തൃശ്ശൂര് റോഡ് ഷോ അല്ലെങ്കിൽ പോട്ടെ, പാലക്കാട് അല്ല ശ്രീ ശാവപ്രസാദിന് അറിയാമല്ലോ, പ്രധാനമന്ത്രി ഇവിടേക്ക് എത്തുമ്പോൾ ഇവിടുത്തെ സാഹചര്യങ്ങളും ഒക്കെ അതാത് തലത്തിലുള്ള കേഡർമാരുമായിട്ടും അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് അറിയാമല്ലോ, ഡാറ്റ എടുക്കാൻ വളരെ എല്ലാം സംബന്ധിച്ച് ഓരോ സ്റ്റേറ്റിലും ഡാറ്റകൾ എടുത്തുകൊണ്ടാണ് അവിടേക്ക് പോകുന്നത്. ഏത് പരിപാടിക്ക് വന്നാലും അത് സംസ്ഥാനം കൊടുക്കുന്ന ഫീഡ്ബാക്കാണ്, അല്ലെങ്കിൽ സംസ്ഥാനം കൊടുക്കുന്ന ഇവിടുത്തെ സാഹചര്യങ്ങളാണ്. ആ സാഹചര്യങ്ങളിൽ എന്തുകൊണ്ട് പ്രധാനമന്ത്രിക്ക് ശബരിമല വിഷയം, സ്വർണ്ണക്കൊള്ള ഏറ്റവും പ്രധാനപ്പെട്ടതല്ലേ, ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്വർണ്ണക്കൊള്ളയും ശബരിമലയും എന്നത്. ശബരിമല വിഷയം എന്തുകൊണ്ട് ഉൾപ്പെട്ടിട്ടില്ല എന്ന് രാഹുൽ ഗാന്ധിയാണ് ചോദിക്കുന്നത്. രാഹുൽ ഗാന്ധിക്ക് ഒരു സംശയം തോന്നുകയാണ്, അത് തെറ്റെന്ന് പറയാൻ കഴിയുമോ? രാഹുൽ ഗാന്ധിയുടെ സംശയങ്ങൾക്കൊന്നും ഈ നാട്ടിലെ തലയ്ക്ക് വിളിയുള്ളവർക്ക് ആർക്കെങ്കിലും മറുപടി പറയാൻ പറ്റും? എന്താ പറയുന്നത്? ഇന്ത്യയുടെ എക്കണോമി ഡെഡ് എക്കണോമിയാണ്. എന്തിനു ഇങ്ങനെ പറഞ്ഞു കിടക്കുന്ന തലയ്ക്ക് വിവരമില്ലാത്ത ഇവരുടെയൊക്കെ വർത്തമാനത്തിന് എന്താ മറുപടി പറയാനാണ്? അതായത് ഏത് വേദിയിൽ ഏത് പ്രദേശത്ത് എപ്പോൾ എങ്ങനെ ഒരു വിഷയം ഉന്നയിക്കണം, എന്തായാലും പ്രധാനമന്ത്രി ആരും രാഷ്ട്രീയം പഠിപ്പിക്കാനൊന്നും നിൽക്കേണ്ട കാര്യമില്ലല്ലോ. പാലക്കാട് കാര്യം ഈ ശബരിമല വിഷയത്തോടൊപ്പം തന്നെ ആ പാലക്കാടുമായിട്ട് ബന്ധപ്പെട്ട കാര്യം BJP ഏറ്റവും അധികം ഫോക്കസ് ചെയ്യുന്ന, അതായത് അവിടെ ഏറ്റവും അധികം കേരളത്തിൽ നിന്ന് ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു സീറ്റാണ് പാലക്കാട്. അപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ മുമ്പിൽ അവിടുത്തെ പ്രശ്നങ്ങൾ അവിടുത്തെ ജനങ്ങളുടെ മുമ്പിൽ പറയുമ്പോൾ പറയേണ്ട കാര്യങ്ങളുടെ പ്രയോറിറ്റിക്ക് വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെയാണ് ഇനിയിപ്പോ ഇവിടെ അദ്ദേഹം പറഞ്ഞത് ലോകം അവസാനിച്ചിട്ടില്ല പ്രതീക്ഷയെ. അതായത് ഈ ശത്രുവിന്റെ ശത്രു മിത്രം എന്ന രീതിയിലാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ ഈ നാട്ടുകാരുടെയൊക്കെ സംശയത്തിന് ഞാനെന്ത് മറുപടി പറയാനാന്ന്? എന്താണ് ഇപ്പൊ ഇത്രയും കാലം സംശയിച്ചുകൊണ്ട് നടന്നിരുന്നത് ഇവരായിരുന്നു, ഇടതുപക്ഷമായിരുന്നു. കേരളത്തില് കോൺഗ്രസ് BJP ഡീല്. ഇപ്പൊ ഇവര് പറയുന്നു CPM-ഉം BJP-യും തമ്മിൽ ഡീല്. സത്യത്തിൽ ഡീൽ ആര് തമ്മിലാണ് ഇക്കണ്ട കാലം മുഴുവൻ ഇവിടെ ഉണ്ടായിരുന്നത്? ഇക്കണ്ട കാലം മുഴുവനും BJP-ക്ക് ഇപ്പൊ ഒരു MLA നിയമത്തൊഴിച്ച് ബാക്കി മഞ്ചേശ്വരത്തോ മറ്റു പലയിടത്തോ ഒന്നും ഒരു MLA ജനപ്രതിനിധിയോ ഉണ്ടാകാതിരുന്നത് എന്തുകൊണ്ടാണ്? ഇവര് തമ്മിലുള്ള ഡീല് കാരണമാണ്. ഇപ്പോൾ മഞ്ചേശ്വരത്ത് SDPI-യും കോൺഗ്രസും തമ്മിലല്ലേ ഡീല്? അവര് ചോദിച്ച പ്രകാരമല്ലേ സീറ്റ് പിൻവലിച്ചത്? എന്നാൽ നിയമത്ത് SDPI-യും CPM-ഉം തമ്മിലല്ലേ ഡീൽ? ഓപ്പൺ ഡീലാണ്, നമ്മൾ കണ്ടോണ്ടിരിക്കുകയാണ്. 100% എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടോണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ ശ്രീകുമാർ മനയിലൊക്കെ പറഞ്ഞ പോലെ തൃപ്പൂണിത്തുറയിൽ എന്തുകൊണ്ട് ഇവർക്ക് കൊടുത്തു, അങ്ങനെ കൊടുത്തു, ഇങ്ങനെ കൊടുത്തു? നോക്കൂ, ഇവിടെ മത്സരിക്കുന്നത് ഒരു മുന്നണിയാണ്, BJP അല്ല. ശരിവെച്ചു. ഒരു മുന്നണി മര്യാദകൾ എല്ലാവർക്കും ഓക്കെയാണ്. പക്ഷേ ആ ഒരു മുന്നണിക്ക് ഒരു സീറ്റ് അല്ലെങ്കിൽ ഇത്ര നിശ്ചിത സീറ്റ് നൽകുമ്പോൾ അവർക്കൊരു സാമാന്യമായിട്ടൊരു ബോധം വേണ്ടേ? നോക്കൂ, കയറൂരി വിടാനല്ലോ ഒരു മുന്നണി സംവിധാനം എന്നുള്ളത്. NDA നയിക്കുന്നവരാണ് BJP ആണ്. ആ BJPക്ക് ഒരു ഉത്തരവാദിത്തമല്ലേ? കാരണം തുറവൂര് മത്സരിച്ച സമയം 2014 ഞാൻ പറയുകയാണ്, ആ തൃപ്പൂണിത്തുറയിൽ പോട്ടെ, ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ അവിടെ ഉണ്ടല്ലോ, അവിടെ ബേസ് വോട്ടുണ്ടല്ലോ, അതുപോലും ഉറപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു മുന്നണി കൊണ്ടുവന്ന് ഒരു സ്ഥാനാർത്ഥിയെ വളരെ ദുർബല എന്ന് തോന്നുന്ന അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥി നിർത്തുമ്പോൾ BJPക്ക് ഒരു സംശയങ്ങൾ വരില്ലേ? MD രമേശിന്റെ അടക്കം പ്രതികരണങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ കേൾക്കുകയായിരുന്നു. പലർക്കും വിയോജിപ്പുണ്ട്, പലർക്കും BJP-യിൽ വിയോജിപ്പുണ്ട്. അപ്പോൾ ഇത് രാഷ്ട്രീയമായിട്ട് ഉന്നയിച്ചാൽ അത് പ്രശ്നമാണോ? അത് കോൺഗ്രസ് ഉന്നയിക്കുകയാണ്, അങ്ങനെ ഒരു സംശയം പ്രകടിപ്പിച്ചാൽ തെറ്റു പറയാൻ കഴിയാത്ത വലിയ സാഹചര്യം നിലനിൽക്കുകയാണ്. ഒരു തെരഞ്ഞെടുപ്പ് ഇങ്ങനെ തിളച്ചു നിൽക്കുന്ന ഒരവസ്ഥയിൽ, ഇങ്ങനെ തിളച്ച് പഴുത്ത് നിൽക്കുന്ന അവസ്ഥയിൽ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും എല്ലാം ഉണ്ടാകും. അതൊന്നും ഉന്നയിക്കുന്നതിൻ്റെ അകത്തൊന്നും ഒരു തെറ്റുമില്ല, ഒരു കുഴപ്പമില്ല. കാര്യം ഇവിടെ അൾട്ടിമേറ്റ്ലി റിസൾട്ടാണ് ഇവിടെ എല്ലാവരും ലക്ഷ്യമാക്കുന്നത്. ജയിക്കുകയാണ്, ജയം എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. ആ സമയത്ത് എതിരാളിയെ പറ്റി, എതിർകക്ഷിയെ പറ്റി കിട്ടാവുന്ന എല്ലാ നമ്പറുകളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എടുത്തിട്ട് അലക്കും. അതൊന്നും കുഴപ്പമില്ല. പക്ഷെ ഈ ഡീൽ ഇപ്പൊ ഇനി തെരഞ്ഞെടുപ്പിന് കൃത്യം ഒരാഴ്ചയേ ഉള്ളൂ. ഇനിയിപ്പോ എന്താ, ഇന്ന് 31, അടുത്ത ചൊവ്വാഴ്ച പ്രചരണം അവസാനിക്കുകയാണ്. ഞാൻ ചോദിക്കുന്ന ശ്രീ ശാവപ്രസാദ്, ഈ ആത്മാഭിമാനമുള്ള RSS പ്രവർത്തകർ, BJP പ്രവർത്തകർ ഈ പറയുന്ന ചക്ക, ഞാൻ ഈ പറയുന്ന ഒരു ചിഹ്നത്തെയൊന്നും പിന്നെ അതിനെ അവമതിപ്പിക്കുക അല്ല. കാരണം അവിടെ താമരയ്ക്ക് ചിഹ്നത്തിന് വോട്ട് കൊടുക്കുന്ന ആളുകൾ അവിടെ കൊണ്ട് വോട്ട് കൊടുക്കുമോ? ഈ സ്ഥാനാർത്ഥി കുത്തുമോ? അല്ല, അതൊക്കെ ഈ BJP-ക്കാരുടെ RSS-കാരുടെ ഒക്കെ ആത്മാഭിമാനം ഒന്നും അളക്കാൻ പ്രതീക്ഷ മാത്രമൊന്നും ആയിട്ടില്ല.
അത് അവരുടെ ആത്മാഭിമാനത്തിന്റെ കാര്യത്തിൽ പ്രതീക്ഷയും മാതൃഭൂമിയും വിഷമിക്കുകയും വേണ്ട, അവരതൊക്കെ നോക്കിക്കോളും. അതുകൊണ്ട് അതിനെപ്പറ്റി ഞാനല്ല പറഞ്ഞത്, MT രമേശ് BJP സംസ്ഥാന നേതാവ് മെനഞ്ഞാന്ന് പറഞ്ഞ കാര്യമാണ്. ഇലക്ഷൻ ബസ്സിൽ മാതൃഭൂമിയുടെ ഇലക്ഷൻ ബസ്സിൽ ഇരുന്ന് പറയുകയാണ്, അതായത് ഉള്ളിൽ ഒരു വിമുഖത ഉണ്ടായേക്കാം എന്ന് അദ്ദേഹമാണ് പറയുന്നത്. അതായത് ഇതുവരെ BJPക്ക് കുത്തിക്കൊണ്ടിരുന്ന BJP ഏറ്റവും സ്വാധീനമുള്ള മേഖലകളിൽ കൊണ്ടുവന്ന് ഫീൽഡ് ചെയ്യിക്കുന്നത് ആരെയാണ് എന്ന് സംശയിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ BJPക്കാരെ തെറ്റ് പറയാൻ കഴിയുമോ? ഞാൻ ആരും തെറ്റ് പറയുന്നില്ലെന്ന്. ഈ നാട്ടിലെ ഈ ലോകത്ത് ഈ സൂര്യന് കീഴിൽ എന്തിനെ പറ്റി അഭിപ്രായം പറയാനും നാളെ സൂര്യൻ കിഴക്കുദിക്കേണ്ട പടിഞ്ഞാറ് ഉദിച്ചാൽ മതി എന്ന് തീരുമാനിക്കാനും ഒക്കെ ഈ നാട്ടിൽ അവകാശമുണ്ടെന്നേ. അതിലൊന്നും ഞാൻ ആരെയും തെറ്റ് പറയുന്നൊന്നുമില്ല. പക്ഷെ ഞാൻ ഇത്ര പറയുന്നുള്ളൂ, ഒരു മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് അതിലെ ആ മുന്നണിയിലെ വലിയ പാർട്ടിക്ക് തീർച്ചയായിട്ടും ആ മുന്നണിയിലെ മറ്റുള്ള ഘടകകക്ഷികൾക്ക് വേണ്ടത്ര പരിഗണന കൊടുക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. അതിൽ പലതും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും, പല താല്പര്യങ്ങളും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. കോൺഗ്രസ് ആണോ കോൺഗ്രസ് ഡീലെന്ന് ആരോപിക്കും. പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം കേരളം കേൾക്കുക, അത് മാതൃഭൂമി.comലൂടെയാണ് കേട്ടത്. അതായത് UDF അധികാരത്തിൽ എത്തിയില്ല എങ്കിൽ രാഷ്ട്രീയം ഉപേക്ഷിക്കുമെന്ന് VD സതീശൻ തറപ്പിച്ച് പറയുകയായിരുന്നു. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിൽ പരാജയപ്പെട്ടാൽ കടിച്ചു തൂങ്ങില്ല എന്നാണ് അദ്ദേഹം നൽകിയ പ്രതികരണം. അഭിമുഖം അതായിരുന്നു. അതുകൂടി കേട്ട ശേഷം അതിഥികളിലേക്ക്. കാട്ടിപ്പോകുന്നല്ലോ, പൊളിറ്റിക്സിൽ നിന്ന് മാറും, പിന്നെ ഞാൻ ഉണ്ടാവില്ല. അത് ഞാൻ വളരെ വ്യക്തമാക്കി. അതൊരു തീരുമാനമാണ്, അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ ആ ഉത്തരവാദിത്തം പിന്നെ എന്തിനാണ് നമ്മൾ പരാജയമാണ്. നമ്മൾ ഇത്രയും 5 വർഷക്കാലം ചെയ്ത നമ്മുടെ കഠിനാധ്വാനം, നമ്മൾ ചെയ്ത ഈ വർക്ക് ജയിക്കണമല്ലോ. അതിനല്ലേ പാർട്ടി ഉത്തരവാദിത്തത്തോടുകൂടി നമ്മളെ ഒരു സ്ഥാനം ഏൽപ്പിച്ചത്. നമ്മളതിൽ പരാജയപ്പെട്ടാൽ പിന്നെ എന്തിനാ കടിച്ചു തൂങ്ങണം? പിന്നെ കടിച്ചു തൂങ്ങാൻ ഞാനില്ല. എന്നോട് അത് ഒരു വെല്ലുവിളിയായി എന്നോട് ചോദിച്ചതാണ്, എന്നെ വെല്ലുവിളിക്കാൻ വേണ്ടി ചോദിച്ചതാണ്. പക്ഷെ ഞാൻ ആ വെല്ലുവിളി സ്വീകരിച്ചു. രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ചിട്ട് എന്ത് ചെയ്യും? അല്ല, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാറുണ്ട്. നമുക്ക് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് പൊതുപ്രവർത്തനവും സാമൂഹ്യ പ്രവർത്തനം എല്ലാമാണ്. ശ്രീകുമാർ മനയിൽ വനവാസത്തിന് പോകേണ്ടി വരുമോ സതീശന്? കാരണം ഞാനിത് പറഞ്ഞത് നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന സബ്ജക്റ്റിന്റെ ആ ഒരു കോണ്ടസ്റ്റിൽ വെച്ച് നോക്കി കഴിഞ്ഞാൽ ഈ ഡീലാരോപണം ഓൺ ചെയ്തത് പ്രതിപക്ഷ നേതാവാണ് ആദ്യമായി. ഇപ്പോൾ മറ്റൊരു രീതിയിലും ഇല്ലാത്ത രീതിയിലേക്ക് ഏതായുധവും പ്രയോഗിക്കേണ്ടി വരും. ആ ഒരു വല്ലാത്തൊരു സന്നിഗ്ധാവസ്ഥയിൽ നിൽക്കുന്നത് കൊണ്ടാണോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് പ്രതിപക്ഷ നേതാവിനടക്കം പോകേണ്ടി വരുന്നത്? ചോദ്യം കൂടി. സാന്ദർഭികമായി ഞാനത് ഒരു ബൈറ്റ് കേൾപ്പിച്ചു എന്ന് മാത്രം. മറുപടി അല്ല, ആദ്യം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ചില നിലപാടുകളും തീരുമാനങ്ങളുമാണ്. അതിനെക്കുറിച്ച് നമ്മൾ വേറൊരാളുടെ അഭിപ്രായം പറയുന്നത് ശരിയല്ല. പക്ഷേ രണ്ടാമത് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് UDF അധികാരത്തിൽ വരില്ല എന്ന് വിചാരിച്ചിട്ടാണോ ഇത്തരത്തിലുള്ള ഒരു എക്സ്ട്രീമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്നതെന്നുള്ള ചോദ്യം തന്നെ അപ്രസക്തമാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ UDF മുന്നോട്ട് വയ്ക്കുന്ന വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലൊരു മന്ത്രിസഭ കേരളത്തിൽ വരാതിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് ആരൊക്കെയാണെന്നുള്ള ചോദ്യം തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ആ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഒന്ന് BJP, 2 CPM ആണ്. അപ്പോൾ സാധാരണഗതിയിൽ പിന്നെ അവരെന്താണ് ചെയ്യേണ്ടത്? കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒരു UDF മന്ത്രിസഭ കേരളത്തിൽ അധികാരത്തിൽ വരാതിരിക്കാൻ അവരെന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം വരുവാണ്. അവർ രണ്ടുപേരും ചില ഘട്ടങ്ങളിലെങ്കിലും ഒരുമിച്ച് നിന്നാൽ മാത്രമല്ലേ UDF അധികാരത്തിൽ വരാതിരിക്കുകയുള്ളൂ. അപ്പോൾ അതിൽ നമ്മളതിനെ തീർച്ചയായും പൊളിറ്റിക്കലായിട്ട് കാണണം. കാരണം VD സതീശൻ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു വൈകാരികമായ ഒരു അഭിപ്രായത്തെ ഇതായിട്ട് കൂട്ടിക്കെട്ടിയല്ലേ നമ്മൾ കാണേണ്ടത്. അതിന് പകരം ഇതൊരു നമ്മുടെ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളുമായും രാഷ്ട്രീയ വസ്തുതകളുമായും ചേർത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഇതിനെയൊക്കെ വായിച്ചെടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൽ ഒരു UDF മന്ത്രിസഭ അധികാരത്തിൽ വരാതിരിക്കണമെന്ന് 2 പാർട്ടികളും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ 2 പാർട്ടികൾ ആഗ്രഹിക്കുമ്പോൾ അവർ വീട്ടിൽ പോയിട്ട് തലയണയുടെ കൈ വെച്ച് ഉറങ്ങുമല്ലോ ചെയ്യുന്നത്. അവർ അതിൻ്റേതായ രാഷ്ട്രീയ നീക്കുപോക്കുകളിലേക്ക് കടക്കും. ആ നീക്കുപോക്കുകളെ മുൻകൂട്ടി കണ്ടറിഞ്ഞ് അത് ജനങ്ങൾക്ക് മുന്നിൽ ചൂണ്ടിക്കാണിക്കാൻ UDF നേതൃത്വത്തിന് കഴിഞ്ഞു, പ്രതിപക്ഷ നേതാവിനും കഴിഞ്ഞു, മറ്റു നേതാക്കൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം. അതിനെ ഈ ഒരു അർത്ഥത്തിൽ കണ്ടാൽ മതി. അതൊരു സതീശൻ്റെ വ്യക്തിപരമായ പ്രസ്താവന ഇത് തമ്മിൽ കൂട്ടിക്കെട്ടേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശ്രീ M. ജയചന്ദ്രൻ, ഈ വിഷയം എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ UDF ആളി കത്തിക്കുന്നത്? ഓരോ വേദികളിലേക്കും വരികയാണ്. അത് സ്ട്രെസ് ഈ ഓരോ വേദികളിൽ എത്തുമ്പോഴും അതിൻ്റെ ആ ഒരു ഗാംഭീര്യം കൂട്ടിക്കൊണ്ടുള്ള പ്രതികരണങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഇടയ്ക്ക് അടക്കം പോവുകയാണ്. അത് എന്തുകൊണ്ടായിരിക്കാം? പറഞ്ഞവസാനിപ്പിക്കാം. ഏത് വിഷയമാണ്? അതായത് ഈ ഡീൽ അതായത് എന്തുകൊണ്ട് പ്രധാനമന്ത്രി ഇവിടെ വന്നിട്ട് കൂടി ശബരിമല അവിടെ ഉന്നയിച്ചില്ല? ഈ സംസ്ഥാനത്തെ BJP ഹൈജാക്ക് ചെയ്തിരിക്കുകയാണോ?
സംസ്ഥാനത്തിന്റെ ഭരണം BJP നേതൃത്വത്തിനാണോ എന്നടക്കം രാഹുൽ ഗാന്ധി ചെറിയ കക്ഷിയൽ ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവാണ്. ഒരു പ്രധാനപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പിൽ വന്ന് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ വിഷയങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണോ, മറ്റൊന്ന് ഉന്നയിക്കാൻ കഴിയാത്തതുകൊണ്ടാണോ, എന്താണ് ഈ ആരോപണത്തിന് പിന്നിൽ? പ്രതീക്ഷ, താങ്കൾ ചോദിച്ച ചോദ്യത്തിൽ തന്നെ കൃത്യമായ അതിന്റെ ഉത്തരവും അടങ്ങിയിട്ടുണ്ടല്ലോ. 5 വർഷത്തെ രണ്ടാം പിണറായി സർക്കാരിന്റെ ഭരണമാണല്ലോ ഇപ്പൊ വിലയിരുത്തപ്പെടേണ്ടത്. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ആയിട്ടുള്ള രാഹുൽ ഗാന്ധി ഇവിടെ വരുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ നിന്ന് സ്വാഭാവികമായും കോൺഗ്രസ് പ്രവർത്തകരും അണികളും കേരളം പൊതുവിലും ആഗ്രഹിക്കുന്ന എന്താണ്, ഈ പിണറായി സർക്കാരിനെ പറ്റി കഴിഞ്ഞ 5 വർഷത്തെ പറ്റി എന്താണ് രാഹുൽ ഗാന്ധിക്ക് വിമർശനപരമായി കേരളത്തിനോട് പറയാനുള്ളത്? അത് കേൾക്കാനാണ് വോട്ടർമാരുടെ ആവശ്യവും താല്പര്യവും. കേരളത്തിനും വേണ്ട അത്തരത്തിലുള്ളൊരു നിലപാട് വിമർശനവുമാണ്. വിമർശനം ഇല്ലാതെ പോകാൻ പാടില്ലല്ലോ. അത് പക്ഷെ രാഹുൽ ഗാന്ധിക്കില്ല എന്ന് മാത്രമല്ല, കേരളത്തിലെ പ്രതിപക്ഷത്തിനുമില്ല. അവരതിന് പകരം ദീനികളിൽ അഭിരമിക്കുകയാണ് ചെയ്യുന്നത്. ദീനികൾ പറഞ്ഞ് പ്രചരിപ്പിച്ചാൽ അത് വോട്ടായി മാറും എന്ന അപഹാസ്യമായ ഒരു വ്യാമോഹമാണ് അവരെ, രാഹുൽ ഗാന്ധിയെ അടക്കം അവരതിന് കീഴ്പ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി സാധാരണഗതിയിൽ കുറച്ചെങ്കിലും രാഷ്ട്രീയം പറയാൻ ശ്രമിക്കുന്നതാണ് ഇത്തരം ഈ പ്രസംഗങ്ങളിലൊക്കെ. പക്ഷെ അത്തരത്തിലുള്ള രാഷ്ട്രീയം പറയാൻ പോലും പറ്റാത്ത വിധം ഡീലിലേക്ക് മാത്രമായി ഒതുക്കിക്കളയുകയാണല്ലോ രാഹുൽ ഗാന്ധിയെ കേരളത്തിലെ പ്രതിപക്ഷം ചെയ്യുന്നത്. അത് താങ്കൾ ചോദിച്ചതുപോലെ തന്നെ അത് ഈ തോൽവി എന്നുള്ള ആശങ്ക കൊണ്ട് തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതല്ലാതെ മറ്റൊരു കാരണം അതിനകത്ത് ആർക്കാണ് കണ്ടെത്താൻ കഴിയുക? ഇപ്പോ ഈ തുടക്കം മുതൽ ഈ പാലക്കാട് ഡീൽ ഉന്നയിച്ചു വിട്ടു. പാലക്കാട് ഡീൽ സതീശൻ ഉന്നയിക്കുന്നത് എന്തിനാണ്? ഇപ്പൊ CPM BJP ഡീൽ വാസ്തവത്തിൽ രാഹുൽ ഗാന്ധി അടക്കം ഉന്നയിക്കപ്പെടുന്നത് എന്തിനാണ്? ന്യൂനപക്ഷ വോട്ടുകളിൽ. ഇപ്പൊ ന്യൂനപക്ഷ വോട്ടുകൾ ഭൂരിപക്ഷം മുസ്ലിം വോട്ടുകളിലും UDF തന്നെയാണ് പരമ്പരാഗതമായി കിട്ടുന്നത്, ഇത്തവണയും കിട്ടും. പക്ഷെ അതിൽ ഒരു പങ്ക് പോലും LDFന് കിട്ടിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ CPM കിട്ടിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ ഒന്നുപോലും അങ്ങോട്ട് പോകാതിരിക്കണം. അതിനാണ് ഈ ഡീല് കൊണ്ടുവരുന്നത്. ഇത് ആർക്കാണ് അറിയാൻ വയ്യാത്തത്? കേരളത്തിലെ വോട്ടർമാർക്ക് നന്നായിട്ട് അറിയാമെന്നേ. അത് രാഹുൽ ഗാന്ധിക്കാണ് ഒരുപക്ഷെ അറിയാൻ വയ്യാത്തത്. അദ്ദേഹത്തെ അത് പറഞ്ഞു കൊടുക്കാതെയും അല്ലെങ്കിൽ അത് വിശകലനം ചെയ്യുകയോ വിശദീകരിക്കാനോ അദ്ദേഹം താല്പര്യപ്പെടാത്തതുകൊണ്ടാണല്ലോ ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കേണ്ടി വരുന്നത്. ശബരിമല ഇഷ്യൂവിൽ CPM നേതാക്കൾ ശബരിമലയിലെ സ്വർണം കട്ടു എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. കണ്ണൂരാണെന്ന് തോന്നുന്നു പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തെ അപ്പൊ സ്വർണം കട്ടു അല്ലെങ്കിൽ ആരൊക്കെ കട്ടു നിശ്ചയിക്കേണ്ടതാണ് കോടതിയാണ്. ഇത് ഹൈക്കോടതി മേൽനോട്ടം വഹിക്കുന്ന SIT ആണ് കേസ് അന്വേഷിക്കുന്നത്. അത്ര ഒരു കേസിൽ CPIM സ്വർണം കിട്ടുമെന്ന് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് എത്ര ലാഘവത്തോടെയാണ്. ഇപ്പോ സാധാരണ അദ്ദേഹത്തിന്റെ പ്രവർത്തകർ കോൺഗ്രസുകാർ പറയുന്നത്, അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസുകാരോ ഈവൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ പോലും നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് പറയാൻ പറ്റിയ വാചകമല്ല അത്. കാരണം അത് ഹൈക്കോടതിയിൽ ഇരിക്കുന്നതാണ്. ഒരു ജുഡീഷ്യൽ സ്ക്രൂട്ടണിയിൽ ഇരിക്കുന്ന ഒരു കേസ്, അല്ലെങ്കിൽ അവരുടെ സൂപ്പർവിഷനിൽ ഇരിക്കുന്ന ഒരു കേസ്, ഇനി തുടർന്നും അതിന്റെ നടപടികളിലേക്ക് കടക്കേണ്ട ഒരു കേസ് എങ്ങനെയാണ് CPM നേതാക്കൾ പ്രതികളാണ് എന്നാരോപിക്കാം? കട്ടോണ്ട് പോയ CPM നേതാക്കളാണെന്ന് പറയുന്നത് കൊണ്ടാണല്ലോ മുഖ്യമന്ത്രിക്ക് അദ്ദേഹം ഇത് പറയുന്നതിന് മുമ്പ് തന്നെ പറയേണ്ടി വന്നത്. അദ്ദേഹത്തിന്റെ സ്വന്തം വീട്ടിൽ ഈ കൂട്ടർ എങ്ങനെയാണ് വന്നതെന്നുള്ള ആദ്യം വ്യക്തമാക്കട്ടെ. അതിനുള്ള സതീശൻ പറഞ്ഞ മറുപടി കേട്ടോ. മുഖ്യമന്ത്രിയുടെ ഫോട്ടോ എങ്ങനെയാണ് വന്നതെന്ന് വ്യക്തമാക്കട്ടെ. മുഖ്യമന്ത്രിയുടെ ഫോട്ടോ പ്രതീക്ഷന് അറിയാവുന്നതുപോലെ തന്നെ പരസ്യമായി ഭീമ ഒരു ആംബുലൻസ് പോലീസ് സേനയ്ക്ക് കൈമാറ്റം ചെയ്യുന്നതിന് ചടങ്ങായിരുന്നല്ലോ. അത് പരസ്യമായ ചടങ്ങായിരുന്നില്ലേ, രഹസ്യമായിരുന്നു. അതുപോലല്ലോ സോണിയാഗാന്ധിയുടെ വീട്ടിൽ വെച്ച് ഒരു ചരട് കെട്ടി കൊടുത്തത്. അപ്പൊ എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് വീണ്ടും അദ്ദേഹത്തെ ഡൊണേഷൻ എന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് താല്പര്യവുമില്ല. പക്ഷെ അദ്ദേഹം ഇതെങ്ങനെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ നിരന്തരം വോട്ടർമാരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് ഇതുകൂടെ കാണുന്നവർക്ക് വീണ്ടും ബോധ്യമാവും. എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഇതൊക്കെ. ഇത് മനസ്സിലാകാത്ത രാഷ്ട്രീയ നിരക്ഷരൊന്നും അല്ലല്ലോ കേരളത്തിലെ വോട്ടർമാർ. അവരോടാണ് ഇത്തരം അവാസ്തവ പ്രസ്താവനകൾ ഇദ്ദേഹം സതീശൻ നടത്തുന്നത്. അവസാനമായി ശ്രീ ഷാവു പ്രസാദ്, നോക്കൂ, സർക്കാരിനെതിരെ ഉന്നയിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ഈ UDFന്. നിങ്ങൾ എന്താണ് ഈ സർക്കാരിനെതിരെ ആത്യന്തികമായി ഉന്നയിക്കുന്നത്? സർക്കാരിനെതിരെ എന്താണ്? കാരണം ഞാൻ ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോൾ എന്താണ് ഇവിടെ ചർച്ചകൾ? എന്താണ് ഡൊണേഷൻ, നുണറായി, ഡീല്, ഇതിനപ്പുറത്തേക്ക് BJP എന്താണ് ഈ സർക്കാരിനെതിരെ നിങ്ങളുടെ മുഖമുദ്രയെ, അല്ലെങ്കിൽ എന്താ പറയുക, BJPയുടെ മുഖമുദ്രയായി ഉന്നയിക്കാൻ ഏറ്റവും ആത്യന്തിക വിഷയം ഇതായിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ സമീപിക്കുന്നത്?
BJP വളരെ കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് ഈ രണ്ട് ഇടത് വലത് മുന്നണികൾ ഇവർ ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. അവിടെ ശബരിമല ഉണ്ടോ? അവിടെ ശബരിമല ഉണ്ടോ? അവിടെ ശബരിമല ഉണ്ടോ? ശബരിമലയൊക്കെ ഉണ്ട്. ശബരിമലയൊന്നും പോയിട്ടൊന്നുമില്ല. അപ്പം ഇത് ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. ഈ ജനങ്ങൾ ഇവർ ആര് വന്നാലും ഇവിടുത്തെ ജനങ്ങളുടെ ദുരിതം അവസാനിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഈ രണ്ടു പേരും വേണ്ട, നിങ്ങൾ ഒരു പ്രാവശ്യം BJPക്ക് ഒരു അവസരം നൽകൂ എന്ന വളരെ ശക്തമായ രീതിയിലാണ് BJP മുമ്പോട്ട് വെക്കുന്നത്. ഇവരോട് രണ്ടുപേരോടും ഒരേ സമീപനമാണ് BJPക്കുള്ളത്. രണ്ടുപേരും വേണ്ട. ഈ രണ്ട് കൂട്ടരും ഈ 10-70 കൊല്ലം ഈ നാടിനോട് ദ്രോഹം മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഈ ദ്രോഹികളെ അടിച്ചു പുറത്താക്കൂ എന്നുള്ളതാണ് BJP ജനങ്ങളോട് ആവശ്യപ്പെടുന്നത്, ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. അവിടെ ഈ സർക്കാർ മാറി നിൽക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലേ? ഈ സർക്കാർ മാറി നിൽക്കുക. എന്തായാലും ഞാൻ ചോദിക്കട്ടെ, ഞാൻ രസകരമായ ചോദ്യം ചോദിക്കട്ടെ. അതായത് ഈ പറയുന്ന UDF ആയാലും LDF, ഇപ്പോൾ VD സതീശൻ അതിഥികൾക്ക് നന്ദി.